Hi friends, Assalamualaikum. Welcome back to Stitching Lab. ഇന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും അതുപോലെ തന്നെ കുറച്ച് ത്രെഡും ഉണ്ടെങ്കിൽ ഒരു അടിപൊളി സാധനം ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് എനേബിൾ ചെയ്യണേ. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് ഇതിമൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലത്തെ ഒരു പീസായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു അലുമിനിയം ഫോയിൽ ഷീറ്റാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം കേട്ടോ. ശേഷം നമുക്കതിനെ ഈ ഒരു ഫോയിൽ ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു അയൺ ബോക്സ് നല്ലോണം ചൂടായതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ഒന്ന് ചൂടാക്കി കൊടുക്കാം. 1-2 പ്രാവശ്യം നമുക്ക് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം രണ്ട് സൈഡും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു വളൻ്റെ ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും കൂടിയും നമ്മൾ ചൂടാക്കിയാൽ നമുക്ക് ഒന്നുകൂടി ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലത്തെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആങ്കറിൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അധികം ത്രെഡ് വേണം. അപ്പോൾ നമ്മൾ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ 2 അറ്റവും പിടിച്ചിട്ട് നമുക്ക് നീഡിലൊന്ന് കോർത്തെടുക്കാം. അപ്പോൾ നമുക്കിതാ ത്രെഡ് ഇതുപോലെ ഒരറ്റം ക്ലോസ് ആയിട്ടാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ആ ഒരു ക്ലോസ് ആയ ഭാഗം ഉണ്ടല്ലോ അത് മുകളിൽ വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് നീഡിലിനെ താഴെ കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ നമുക്ക് അവിടെ ഇതുപോലെ ഒന്ന് കെട്ടായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ആ കെട്ടിട്ട് കൊടുത്തത് നമ്മളെ ഒരു സെൻറ്റർക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ശേഷം നമുക്ക് ത്രെഡിന് ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ആ നീഡിൽ ഈ ഒരു പീസിൻ്റെ താഴെ കൂടി ഇതുപോലെ ഒന്ന് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ആ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ വലിച്ചു കൊടുത്താൽ നമുക്ക് കെട്ടിട്ട പോലെ തന്നെ ഇതും കിട്ടും. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോ എടുത്ത് കുറച്ച് മിസ്സായി പോയിട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ത്രെഡ് കൈയാണെങ്കിൽ നമുക്കിതാ നീഡിലിന് ആ ഒരു ത്രെഡ് വന്ന് എടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു ത്രെഡ് നമുക്ക് കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമുക്കിത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ചെയ്തില്ലേ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി വന്ന ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലൂ ആക്കിയിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു വളയാണ്. ബോട്ടിലും ത്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ വളയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.